കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2023 ഓഗസ്റ്റ് മാസത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. 2024 വിവിധ ജില്ലകളിൽ നടക്കുന്ന LD ക്ലർക്ക് പരീക്ഷ, LGS പരീക്ഷ, ഡിഗ്രി മെയിൻസ് പരീക്ഷ, മറ്റ് PSC പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഏത് കോഴ്സിൽ ചേർന്ന് പഠിച്ചാലും ഈ ഒരു ബാച്ചിലേക്കായിരിക്കും നിങ്ങളെ ആഡ് ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ്, പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി ഓരോ പരീക്ഷയ്ക്കും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഏത് സമയത്തും കേട്ട് പഠിക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും റിവിഷൻ എക്സാമുമാണ് കോഴ്സിലുണ്ടാവുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സിൽ ചേർത്ത് പഠിച്ചാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മുൻപ് പഠിച്ച് ജോലി വാങ്ങിച്ച 13,000-ലധികം കുട്ടികളുടെ ഉറപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. സമഗ്ര സംഭാവനയ്ക്ക് AR രാജരാജവർമ്മ ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 500,000 രൂപയും ശില്പവും പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. ആദ്യമായിട്ടുള്ള പുരസ്കാരമാണ്, സോ റയറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. സമഗ്ര സംഭാവനയ്ക്ക് AR രാജരാജവർമ്മ ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശ്രീകുമാരൻ തമ്പി. 500,000 രൂപയും ശില്പവും പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ജൂലൈയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമൻ. 2023 ജൂലൈയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. 5 തവണ നിയമസഭയിലേക്ക് 2 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2023 ജൂലൈ 31 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയ്യരെ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 2023 ജൂൺ 26 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ഉയ്യരെ. അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ കടുവകളുടെ എണ്ണം 213 കടുവകളാണ്. 2018 190 ആയിരുന്നു. ഏറ്റവും കൂടുതൽ കടുവകൾ പറമ്പിക്കുളത്താണ് 31. കടുവകളുടെ കണക്കെടുപ്പിനായി ഉപയോഗിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് M-Stripes. അപ്പോൾ അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ കടുവകളുടെ എണ്ണം എത്രയാണ്? 213 കടുവകളാണ്. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ E-സേവ. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന അഴിമതി വിജിലൻസ് അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1064. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ E-സേവ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച കലാമണ്ഡലം രാമകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച കലാമണ്ഡലം രാമകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല? തിരുവനന്തപുരമാണ്. കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല. ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന ഇവിടെയാണ്. പാളയം, തിരുവനന്തപുരം വികസന അതോറിറ്റിയാണ് സ്ഥാപിക്കുന്നത്. നല്ല ചാൻസുള്ള ക്വസ്റ്റൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് ഇവിടെ നിലവിൽ വരുന്നു? പാളയം, തിരുവനന്തപുരം. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണ്യ വികസനത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ബീറ്റ്സ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണ്യ വികസനത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയുടെ പേരാണെന്ത്? ബീറ്റ്സ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്നത് തൃശ്ശൂരിലാണ്. ശക്തിനഗറിലാണ് 279 മീറ്റർ നീളമുള്ള ആകാശപാത നിലവിൽ വന്നത്. അമൃത് പദ്ധതി പ്രകാരമാണ് നടപ്പാക്കിയത്. നഗരങ്ങളെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. 2015 ജൂൺ 25 അമൃത് പദ്ധതി ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഇവിടെ നിലവിൽ വന്നു? തൃശ്ശൂർ. 2023 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബഷീർ ചുങ്കത്ത്. 2023 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബഷീർ ചുങ്കത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വന്നത് കുളത്തൂപ്പുഴ, കൊല്ലം. ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റനാണ്. സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം ഇവിടെ നിലവിൽ വന്നു? കുളത്തൂപ്പുഴ, കൊല്ലം. ഇപ്പോൾ 2023 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബഷീർ ചുങ്കത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ വനം മ്യൂസിയം ഇവിടെ നിലവിൽ വന്നു? കുളത്തൂപ്പുഴ, കൊല്ലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ, കോഴിക്കോട്.
സുരക്ഷാ ചക്ര പദ്ധതിയിലൂടെയാണ് ഈ പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് ചക്കിട്ടപ്പാറ, കോഴിക്കോട്. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ 2023 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവ് എസ് സോമനാഥ്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ് ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ 2023 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവ്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ കേരളവുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യണം എല്ലാവരും. ആൻസർ കളക്ട് ചെയ്യുക. സമഗ്ര സംഭാവനയ്ക്ക് AR രാജരാജവർമ്മ ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2023 ജൂലൈയിൽ അന്തരിച്ച കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമൻ. അന്തരിച്ച തീയതി 2023 ജൂലൈ 31. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യം ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഉയരെ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 2023 ജൂൺ 26 പദ്ധതി ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ കടുവകളുടെ എണ്ണം 213. ഏറ്റവും കൂടുതൽ പറമ്പിക്കുളത്താണ് 31. കടുവകളുടെ കണക്കെടുപ്പിനായി ഉപയോഗിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് സ്ട്രൈപ്പസ്. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന അഴിമതി വിജിലൻസ് അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1064. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച കലാമണ്ഡലം രാമകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. കൈരച്ചിൽ കായൽ ടൂറിസം ഇക്കോ പദ്ധതി നിലവിൽ വന്ന ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണ്യ വികസനത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതി ബീറ്റ്സ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ല തൃശൂർ, ശക്തനഗറിലാണ്. അമൃത് പദ്ധതി പ്രകാരമാണ് സ്ഥാപിതമായത്. അമൃത് പദ്ധതി ആരംഭിച്ച 2015 ജൂൺ 25. 2023 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺജോല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബഷീർ ചുങ്കത്ത്. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വന്ന എവിടെയാണ്? കുളത്തൂപ്പുഴ, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ, കോഴിക്കോട്. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ 2023 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവാണ് എസ് സോമനാഥ്. ISRO ചെയർമാനാണ്. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്